പഠിച്ച ക്ലാസ്സിലൊക്കെ മിടുക്കനാണ്, ടോപ്പറാണ്, ഏറ്റവും സമർത്ഥനാണ്. സസ്പെൻഷൻ പോയിട്ട് ക്ലാസ്സിൽ നിന്ന് ഒരു പുറത്താക്കൽ പോലും ഇതിലുണ്ടായിട്ടുണ്ടാവില്ല. ജീവിതത്തിലെ ആദ്യ സസ്പെൻഷൻ ആയിരിക്കണം അല്ലേ? വേദനയുണ്ടോ? അങ്ങനെ വേദനയൊന്നുമില്ല. ഇതിനകത്ത് ഇറ്റ്സ് എ എക്സ്പീരിയൻസ് അല്ലേ, നമ്മുടെ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ്. ഇത് ഭയങ്കര തല പോകുന്ന സംഭവമൊന്നും അല്ല. ഇറ്റ്സ് ഓൺലി ഒരു പ്രൊസീജിയർ സംഭവം മാത്രമല്ലേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഒരു നെവർ മൈൻഡ് എന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഉള്ളിലും അങ്ങനെ തന്നെയാണോ? ഞാൻ അങ്ങനെയാണ് ആവാൻ പരമാവധി ശ്രമിക്കാറ്. ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ ഐഡിയലി എനിക്ക് അങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം യു ഹാവ് എ വെരി ഷോർട്ട് ലൈഫ്. എന്താ പറയുക, 36,000 ദിവസമേ ഉള്ളൂ ഒരാൾക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് പറ്റുന്നത് അത്രയും വി ട്രൈ ടു ബി ആസ് പോസിറ്റീവ് ആസ് പോസിബിൾ, നല്ല കാര്യങ്ങൾ ചെയ്തു പോകുക, അങ്ങനെയുള്ളൂ. അതിൻ്റെ ഇടയിൽ യു വിൽ ഹാവ് എക്സ്പീരിയൻസസ്. അങ്ങനെ കണ്ട് ഒരു ഇതിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഐ തിങ്ക് പ്രായത്തോട് കുറച്ച് കൂടുന്നതനുസരിച്ച് അതിൽ കുറച്ച് ബെറ്റർ ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഷെയ്ൻ പ്രശാന്ത്, ഇവിടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. എങ്കിൽ കൂടിയും അത് താങ്കളുടെ കരിയറിൽ ഉണ്ടാവുന്ന, താങ്കളുടെ ഫയലിൽ ഉണ്ടാവുന്ന ഒരു ബ്ലാക്ക് മാർക്കാണ്. എന്തുകൊണ്ട്, വൈ ദിസ് എന്നൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? അങ്ങനെ തോന്നിയോ? സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയൊന്നും അല്ല, ഒരു കണ്ടംപ്ലേറ്റിംഗ് ആൻഡ് എൻക്വയറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് ക്ലിയർ ആയി വരും എന്നുള്ള ബോധ്യമൊക്കെ, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് എനിക്ക്, അല്ലെങ്കിൽ വിശ്വാസം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ അതിനു മുൻപ് 2 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഒരു ദിവസം സസ്പെൻഡ് ചെയ്ത ഒരു മുന്നനുഭവം ഉണ്ടോ എന്നാലും എനിക്കറിയില്ല. താങ്കളുടെ കൂടെ സസ്പെൻഷനായ ആൾ ഒരു കമ്മ്യൂണൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു, അല്ലെങ്കിൽ അതിനുശേഷം അത് മറക്കാൻ ചില നീക്കങ്ങൾ നടത്തിയെന്ന താങ്കൾക്ക് മേൽ ആരോപിക്കപ്പെടുന്നതിന്റെ 10 മടങ്ങ് ഗ്രാവിറ്റി ഉള്ള ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ സസ്പെൻഷൻ കിട്ടിയതിൽ ഒരു വേദനയുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ഹീസ് ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. അദ്ദേഹത്തിനും തെറ്റ് പറ്റാത്ത ആരുമില്ല ഗോപു എന്നാണല്ലോ. അപ്പം തെറ്റ് പറ്റിയിരിക്കാം, പക്ഷേ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കറക്റ്റ് ചെയ്ത് പോയി. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത ആളാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. തെറ്റൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ യു ഹാവ് ടു പിക്ക് യുവർ ബാറ്റിൽസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചില ഇപ്പോൾ വലിയ നടക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനെ ഒരു വെയ് ചെയ്ത് നോക്കണം. ചില കാര്യങ്ങൾ, ഈ റൂൾസും റെഗുലേഷൻസും നിയമങ്ങളും എല്ലാം അതേപടി അതുപോലെ നടപ്പിലാക്കി പോകാനാണെങ്കിൽ നമുക്ക് യന്ത്രങ്ങളൊക്കെ മതി. മനുഷ്യനെ ഇരുത്തിയിരിക്കുന്നത് നമ്മൾ ചില സമയത്ത് ചില തീരുമാനങ്ങൾ അതിനകത്ത് എടുക്കാണ്ട് ഈ ആത്യന്തിക ധർമ്മം എന്നോ അല്ലെങ്കിൽ വലിയതായിട്ടുള്ള ഒരു ശരിയെന്നോ ഒക്കെ അങ്ങ് പറയാറുണ്ടല്ലോ. അതിനിടയിൽ നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ആംബുലൻസ് അടിയന്തരമായിട്ട് പോവുകയാണ്, പേഷ്യൻറ്റിനെയും കൊണ്ട് പോകുന്നു. ആ സമയത്ത് ട്രാഫിക് ലൈറ്റ് കണ്ടാലോ അല്ലെങ്കിൽ അഥവാ ഒരു പോലീസുകാരൻ തന്നെ കൈ കാണിച്ചാൽ പോലും ചിലപ്പോൾ നിർത്താതെ പോകാനുള്ള അതായിരിക്കും ആ സമയത്തെ ശരിയും തെറ്റുമൊക്കെ ഒരു കോണ്ടെക്സ്ച്വൽ കൂടെയാണ്. സോ അത് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുള്ളവർ തന്നെയാണ് എൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നവർ. സോ ഐ എം ഷുവർ ഇത് കാര്യം മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി താങ്കൾക്കെതിരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടോ അതിനുശേഷം മാതൃഭൂമിയിൽ വരുന്നൊരു വാർത്തയോ ഒന്നുമല്ല താങ്കൾക്കെതിരെ സസ്പെൻഷൻ, ഈ നടപടിക്ക് കാരണം. നടപടിക്ക് കാരണം എന്താണ്? ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ താങ്കളുടെ ഫേസ്ബുക്കിലെ പ്രതികരണം മാത്രമാണ്. അതിനുശേഷം ആലോചിച്ചപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന കാര്യം, ഇപ്പം അത് കുറച്ചുകൂടി പക്വമായി ഫേസ്ബുക്കിൽ ഇട്ടിരുന്നുവെങ്കിൽ ഈ സസ്പെൻഷൻ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല, കുറച്ചുകൂടി പക്വമാകാമായിരുന്നു തോന്നി. അങ്ങനെ ഒരു അഭിപ്രായം പലരും പറയുന്നുണ്ട്. പക്ഷേ ഞാനും അതൊരു തെറ്റായിപ്പോയെന്ന് ഇപ്പോഴും തെറ്റായിപ്പോയെന്നല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു. കാരണം എനിക്കും അത് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല, എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. വെറുതെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അതിനെതിരെ ഒരു പോസ്റ്റ് ഇടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇടില്ല എന്നേ പറയുള്ളൂ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോർണർ ചെയ്തൊരു അവസ്ഥയിൽ വരുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് നമ്മൾ അന്നേരം ഇഫ് യു ഡോണ്ട് സ്പീക്കപ്പ് പിന്നെ എപ്പോഴാണ് ഇതിനൊക്കെ ഒരു സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ട്. ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിത് ചർച്ചാ വിഷയം പോലും ആവില്ല, ആരും അറിയില്ല. ഇതിനു മുമ്പും ഇതുപോലെ എത്രയോ നടന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് നടക്കുമ്പോൾ ഞാൻ അതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കറിയാം എത്രയോ പേരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അന്യായമായിട്ട് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഒരു കുക്കപ്പ് ചെയ്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക, സർക്കാർ രേഖ സംതിങ് വെരി സീരിയസ് അല്ലേ. അപ്പോൾ സർക്കാർ രേഖയിൽ അസത്യമായത് ഇപ്പോൾ വെളിവായി കഴിഞ്ഞല്ലോ. ഇല്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്, ഇല്ലാത്തൊരു കാര്യം റെക്കോർഡിക്കലാക്കി അതെന്നിട്ട് കൃത്യമായി ഒരു മാധ്യമത്തിൽ പ്ലാന്റ് ചെയ്യാൻ സാധിക്കുക, ഇതൊക്കെ എന്തിനാണെന്നും കൂടെ ആലോചിക്കും. 1 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലം വളരെ ഭംഗിയായിട്ട് ആ സ്ഥാപനം ഓടിച്ച് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങിയാണ്. 1 വർഷമായി. അതിനുശേഷം അവിടെ നിന്ന് എന്തോ ഡോക്യുമെൻ്റ് കാണാനില്ല എന്ന് പറഞ്ഞൊരു വ്യാജമായി കുക്കപ്പ് ചെയ്യുക, അതാരാണ്? ആ വകുപ്പിൽ ഇപ്പം ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഇത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ തന്നെ അറിയാം. പക്ഷേ അതൊരു മാധ്യമം പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് ഡൊമൈനിൽ ഇടുകയാണ്. നമ്മളെ ഒരു യു ഗെറ്റ് ഹ്യൂമിലിയേറ്റഡ് പബ്ലിക്കലി. ഇതിനി ഞാൻ രേഖാമൂലം കറക്റ്റ് ചെയ്ത് ഈ റിപ്പോർട്ട് തെറ്റാണ് എന്ന് എനിക്ക് സ്ഥാപിക്കാൻ അറിയാം. അതിന് അത്രയും ജസ്റ്റിസ് ഒക്കെ സിസ്റ്റത്തിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ
അത് ഒരു കോളം വാർത്തയായിട്ട് അങ്ങ് പോവും. ഈ പണി ഒപ്പിച്ചവരൊക്കെ മിടുക്കന്മാരാവുകയും ചെയ്യും. ഇത് എത്ര തവണ ചെയ്യണം? എൻ്റെ ലൈഫിൽ തന്നെ ഇത് ആദ്യത്തെ അനുഭവം അല്ല, ഇങ്ങനെ ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു സംഭവം. പലപ്പോഴും ഞാൻ സംസാരിക്കാറില്ല, വിളിച്ച് പറയാറില്ല, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെ ഓടി നടക്കാറില്ല. അതിൻ്റെ അർത്ഥം ഇത് നിരന്തരം വീണ്ടും വീണ്ടും ചെയ്യാൻ ഉള്ളൊരു ലൈസൻസ് അല്ല എന്നുള്ളത്. ലൈസൻസ് അല്ല. എങ്കിൽ കൂടിയും താങ്കൾ ഞങ്ങളുടെ ഭാഷയിൽ ഇപ്പം എൻ പ്രശാന്ത് ജയതിലകിനെതിരെ ഒളിയമ്പ് എന്ന ഒളിയമ്പൊന്നും ആയിരുന്നില്ല, ഡയറക്റ്റ് അറ്റാക്ക് ആണ്. ഈ പറയുന്ന ജയതിലകിന്റെ ചിത്രമടക്കം എടുത്തിട്ടുകൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ എൻ പ്രശാന്ത്, താങ്കൾക്ക് ഈ പറഞ്ഞ ഉന്നതിയിൽ താങ്കൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, കോഴിക്കോട് താങ്കൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, കെംകോയിൽ താങ്കൾ ഇരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്ക് മാത്രമല്ല ആ വകുപ്പുകൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ വെച്ച് താങ്കൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് വളരെ ഡീറ്റെയിൽ ആയി ഒരു ഓപ്പൺ കത്തയക്കാം. ആ ഓപ്പൺ കത്ത് വേണേൽ ഫേസ്ബുക്കിൽ ഇടാം. അപ്പോൾ അത് അധിക്ഷേപത്തിന്റെ ലെവലിലേക്ക് വരുമോ? ഞാൻ ആ ഒരു ലൈനിൽ ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞാൻ പറയട്ടെ, ഓരോരുത്തർക്കും ഓരോ രീതിയും പെരുമാറ്റമൊക്കെ ഇല്ലേ. നമ്മളെപ്പോഴും മറ്റുള്ളവരെങ്ങനെ സംസാരിക്കുന്നു അതിനകത്ത് റെഗുലേറ്റ് ചെയ്യാനാണ് കൂടുതൽ വ്യഗ്രത. ശരിക്കും ആലോചിച്ച് നോക്കൂ, ഞാൻ എപ്പോഴൊക്കെയാണ് വിവാദത്തിലോ പ്രശ്നത്തിലോ ഒക്കെ ചെന്ന് ചാടുന്നത്? എൻ്റെ നാവുകൊണ്ടാണ്, അല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഞാൻ കൊള്ളയും കൊലപാതകം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എന്നെക്കാൾ മുതിർന്നവർ പലരും എൻ്റെ അടുത്ത് ഉപദേശിക്കാറുണ്ട്. ഞാൻ അത് ട്രൈ ചെയ്യാറുണ്ട്. അതായത് വാക്ക് കുറച്ചുകൂടെ സൂക്ഷിക്കുക. കാരണം ഞാൻ സർക്കാസ്റ്റിക്കായിട്ട് പലപ്പോഴും പറയുന്നത് അത്ര ദുഷ്ടത്തരം മനസ്സിൽ വെച്ചിട്ടായിരിക്കില്ല, പക്ഷെ അത് സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നതിനെ വ്യാഖ്യാനിക്കുക, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ടോണില്ലല്ലോ. ഒന്ന് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോകുന്ന എഴുതി, ആ ഒന്ന് പോകും എങ്ങനെ വേണമെങ്കിലും ഒന്ന് പോകുന്ന പറയാം, വളരെ കാഷ്വലായിട്ട് പറയാം, വളരെ ദേഷ്യത്തിലാവാം, ഇൻസൾട്ടിങ് ആയിട്ട് പറയാം. ഇത് വായിക്കുന്നവരുടെ ഒരു ഇതും കൂടെ വരും. എന്നെ അറിയുന്നവർക്കല്ലേ എന്നെ അറിയുള്ളൂ. ഞാൻ എല്ലായിടത്തും പോയി ക്ലാരിഫൈ ചെയ്യാനും സാധിക്കില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ എം എ വെരി ബിഗ് കുഴപ്പക്കാരൻ, പക്ഷേ ഐ കാൺ പ്രൂവ് ഇറ്റ്, അല്ലേ? അപ്പൊ